സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച പണിമുടക്കും. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ബസ്സുടമകൾ ഉന്നയിക്കുന്നത്. കോതമംഗലത്തെ ബസ്സുടമകളും പണിമുടക്കിൽ പങ്കുചേരുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ സർക്കാർ തയ്യാറാവുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക, ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസം പണിമുടക്കുന്നത്. കോതമംഗലത്തെ ബസ് ഉടമകളും പണിമുടക്കിൽ പങ്കുചേരുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ മേഖലാ സെക്രട്ടറി CB നവാസ് വ്യക്തമാക്കി. കോതമംഗലം വഴിയുള്ള ബസ് സർവീസ് പൂർണ്ണമായി മുടങ്ങും. ബസ് ചാർജ് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 14 വർഷങ്ങൾക്ക് മുമ്പാണ് 1 രൂപ വിദ്യാർത്ഥികൾക്ക് ആക്കിയത്. അതിനുശേഷം ഈ നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം 3 ഇരട്ടി 4 ഇരട്ടി വില വർദ്ധിച്ചു. വിദ്യാർത്ഥികളുടെ ചാർജ് മാന്യമായ രീതിയിലുള്ള വർധനവ് നടപ്പാക്കണം. നിലവിൽ 30, 40, 50 വർഷങ്ങളായി ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുടെ പെർമിറ്റ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ട് പോലും ഈ സർക്കാർ പുതുക്കി നൽകുന്നില്ല. ഈ പെർമിറ്റുകൾ പുതുക്കി നൽകണം. അതുപോലെ PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒരു തൊഴിൽ മേഖലയിലും കേരളത്തിൽ ഇല്ലാത്ത രീതിയിൽ പോലീസിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈവറ്റ് ബസ്സുകളിൽ പണിയെടുക്കാൻ കഴിയൂ എന്ന കിരാത നിയമം പിൻവലിക്കണം. ഈ ചെല്ലാൻ വഴി ഫൈൻ അടിപ്പിച്ച് ഞങ്ങളിൽ നിന്നും വാങ്ങുന്ന പൈസ ഇത് പൊതുഗതാഗതമായ ബസ്സുകളിൽ നിന്നും ഈ ചെല്ലാൻ വഴിയുള്ള ഫൈൻ ഒഴിവാക്കണം തുടങ്ങി 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ കേരളത്തിലും കോതമംഗലത്തും മുഴുവൻ ബസ്സുകളും പണിമുടക്കുന്നത്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 22 മുതൽ അനിശ്ചിതകാല സമരം നടത്താനും ബസ് ഉടമ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. സമരം പ്രഖ്യാപിച്ച ശേഷം ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറായില്ലെന്ന പരാതിയും സംഘടനകൾക്കുണ്ട്. പണിമുടക്ക് സംബന്ധിച്ച് നോട്ടീസുകൾ എടുത്തിട്ട് നാളിതുവരെ ഒരു ചർച്ചയ്ക്ക് പോലും ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറായില്ല എന്നുള്ളൊരു ഖേദകരമായ വസ്തുതയാണ്. ബസ് ഉടമ സംഘം കേരളത്തിലെ മുഴുവൻ ബസ് ഉടമകളെയും ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് നാളെ ഒരു ബസ് പോലും ചലിക്കാത്ത രീതിയിൽ ഞങ്ങളുടെ ഏറ്റവും മിതമായ ആവശ്യങ്ങൾ, ബസ് ചാർജ് വർധനമല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം നിലനിൽക്കാൻ ആവശ്യമായ വളരെ അടിയന്തരമായ കാര്യങ്ങൾ അനുവദിച്ചു തരണമെന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. കോതമംഗലത്ത് യാത്രക്കാർ മുഖ്യമായും ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. KSRTC ബസ്സുകൾ ഒന്നുപോലുമില്ലാത്ത റൂട്ടുകളുമുണ്ട്. ഈ സാഹചര്യത്തിൽ കോതമംഗലം മേഖലയിലെ യാത്രക്കാരെ പണിമുടക്ക് കാര്യമായി ബാധിക്കും. വിദ്യാർത്ഥികളുടെ യാത്രയും പ്രതിസന്ധിയിലാകും. KSRTC ബസ്സുകൾ പതിവ് പോലെ സർവീസ് നടത്തും. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ചില റൂട്ടുകളിലേക്ക് പ്രത്യേക ട്രിപ്പുകൾ നടത്തുന്ന കാര്യവും ആലോചിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. GTV ന്യൂസ്, കോതമംഗലം.